US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വജ്രായുധത്തിന്റെ മുനയൊടിച്ചിരിക്കുകയാണ് US സുപ്രീം കോടതി. രാജ്യങ്ങളെ വരുതിയിൽ നിർത്താൻ ട്രംപ് ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു പകരച്ചുങ്കം. ട്രംപിന്റെ ഈ പകരച്ചുങ്കം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ട്രംപിന്റെ തീരുവ നടപടികൾ നിയമാനുസൃതമല്ലെന്നാണ് US സുപ്രീം കോടതി വിധിച്ചത്. 1977 ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട നിയമം ട്രംപ് സർക്കാർ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. ട്രംപ് ഏർപ്പെടുത്തിയ വൻ ഇറക്കുമതി തീരുവകൾ സുപ്രീം കോടതി റദ്ദാക്കിയത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. പ്രസിഡന്റിന്റെ നടപടിക്ക് US കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലെന്ന് കോടതി വിലയിരുത്തി. സർക്കാർ അധികാരപരിധി കടന്നതായും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നികുതി ചുമത്താനുള്ള അധികാരം ട്രംപിനില്ലെന്നും നിയമനിർമ്മാണ സഭയ്ക്കാണെന്നും കോടതി ഓർമ്മപ്പെടുത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഈ നികുതികൾ അത്യന്താപേക്ഷിതമാണെന്ന് ട്രംപ് കോടതിയിൽ വാദിച്ചു. എന്നാൽ ട്രംപിന്റെ വാദം കോടതി തള്ളി. ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്ന് കോടതി തിരിച്ചടിച്ചു. അങ്ങനെ ചുമത്താനുള്ള അടിയന്തര സാഹചര്യം രാജ്യത്തില്ലെന്നും കോടതി വിലയിരുത്തി. ട്രംപ് തന്റെ അധികാര പരിധി മറികടന്നതായും കോടതി കുറ്റപ്പെടുത്തി. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട നിയമങ്ങൾ ദുരുപയോഗം ചെയ്താണ് ട്രംപ് ഉയർന്ന ചുങ്കം ചുമത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു. നികുതികളും താരിഫുകളും ഏർപ്പെടുത്താനുള്ള അധികാരം US കോൺഗ്രസിനാണ്. പ്രസിഡന്റിന് ഈ അധികാരങ്ങളൊന്നുമില്ലെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ പതിവ് പോലെ അതിരൂക്ഷ പ്രതികരണവുമായി ട്രംപ് എത്തി. സുപ്രീം കോടതി ജഡ്ജിമാരെ അതിരൂക്ഷമായി ട്രംപ് അധിക്ഷേപിച്ചു. രാജ്യത്തിന് വേണ്ടി ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമില്ലാത്ത കോടതി അംഗങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ജഡ്ജിമാർ വിഡ്ഢികളാണെന്നും തീവ്ര ഇടതുപക്ഷ ഡെമോക്രാറ്റുകളുടെ വളർത്തുപട്ടികളാണെന്നും ട്രംപ് അധിക്ഷേപിക്കുകയും ചെയ്തു. തൻ്റെ താരിഫ് തീരുമാനത്തെ അംഗീകരിച്ച 3 ജഡ്ജിമാരെ ട്രംപ് പേരെടുത്ത് പറഞ്ഞ് പ്രശംസിച്ചു. തോസ്, അലിറ്റോ, കാവനോ എന്നിവരുടെ ധീരതയെയും അറിവിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. വിധിയെ വിദേശ താൽപ്പര്യങ്ങൾ സ്വാധീനിച്ചു. താരിഫുകളെ പൂർണ്ണമായി വിധി റദ്ദാക്കിയിട്ടില്ല. അതിനാൽ മറ്റ് നിയമങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ തുക ഈടാക്കുന്നത് തുടരും, ട്രംപ് പറഞ്ഞു. തുടർന്ന് 1974 വ്യാപാര നിയമം സെഷൻ 122 പ്രകാരം ആഗോളതലത്തിൽ 10% താരിഫ് ചുമത്തുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. മുമ്പ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത 2 സുപ്രീം കോടതി ജഡ്ജിമാരും കേസിൽ പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെയാണ് നിലപാടെടുത്തത്.